പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ തമ്പുരാനെ അനുസരിച്ചുകൊണ്ടല്ലാതെയുള്ള ഒരു ജീവിതം ഖുർആൻ ഉണ്ടായിരിക്കെ ജീവിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നു എങ്കിൽ അതിന്റെ കാരണം നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിശുദ്ധ ഖുർആൻ വിവരിച്ചു. മനുഷ്യർ ആരെ പോലെയാണ്? ബനി ഇസ്രായേലിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ കഴുതയ്ക്ക് സമാനമാണ്. കാരണം അവർക്ക് വേദഗ്രന്ഥമോ വേദ പഠനമോ ഇല്ലാതെ പോയതല്ല. അല്ലദീന യഹ്മിലൂന തൗറാത്ത്, അവർ തൗറാത്തിനെ വഹിച്ചു. ഏതുപോലെയാണ്? പക്ഷേ ആ വഹിച്ച ആ ഗ്രന്ഥത്തിൽ എന്താണ് അവർക്ക് കൊടുത്തതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതവർ ജീവിതത്തിൽ പകർത്തിയില്ല. ഇന്നും നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്ലേശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഖുർആൻ എല്ലാവർക്കും വേണം. എല്ലാ വീടുകളിലും ഖുർആൻ ഉണ്ട്. ആ വേദഗ്രന്ഥത്തെ എല്ലാവരും ആദരിക്കുന്നുണ്ട്. പരമാവധി പഠിക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ അത് എവിടെ നിൽക്കുന്നു? അത് സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം. തന്റെ കുടുംബത്തിൽ ഖുർആനിന് താൻ കൊടുത്ത സ്ഥാനം എത്രയാണ്? റാങ്കുകൾ വാങ്ങുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, വിജ്ഞാന സദസ്സുകളും ഖുർആൻ സ്റ്റഡി സെന്ററുകളും മുറപ്രകാരം നടക്കുന്നു. പക്ഷേ നമ്മുടെ വീടുകളിലെ എത്ര പേർക്ക് അതിലെ പഠിതാക്കളും അതിലെ അധ്യാപകരുമാകാൻ സാധിച്ചു? തന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയാത്തൊരു സംഭവം പഠിച്ചുണ്ടാക്കിയിട്ട് എന്താണ് പ്രയോജനം എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ. മനുഷ്യരെ ളുലുമാത്തുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തആല അവതരിപ്പിച്ച ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. സുത്യർഹനും പ്രതാപശാലിയുമായ അല്ലാഹുവിന്റെ വഴിയിലേക്ക് വളരെ അവന്റെ ആത്മാർത്ഥമായ അനുവാദത്തോടുകൂടി മനുഷ്യർ ചരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവ് ഈ വേദം നമുക്ക് മുന്നിൽ തന്നു. പക്ഷെ ആ വേദത്തെ ഉൾക്കൊള്ളുന്നിടത്ത് ഞാൻ എന്റെ മുന്നിലെ ശ്രോതാക്കളായ സഹോദരിമാരോട് പറയുകയാണ്, സഹോദരിമാരെന്ന അർത്ഥത്തിൽ ഈ ലോകത്തിന്റെ മാനവരാശിയെ സ്ഫുടം ചെയ്തെടുക്കുന്നതിൽ അള്ളാഹുവിന്റെ വേദം സ്ത്രീക്കും പുരുഷനും നൽകിയ അംഗീകാരം, പ്രിയപ്പെട്ടവരെ, അത് വളരെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അത് സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയ ആദരവ് കൂടിയാണ്. അത് ആദരവ് കൂടിയാണ്. കാരണം ഈ വിശുദ്ധ ഖുർആൻ പഠിച്ച ഏറിയ ആളുകൾ ഈ സദസ്സിലുള്ളപ്പോൾ നിങ്ങൾക്കറിയാം, ഖുർആനിലെ സ്ത്രീ പ്രയോഗങ്ങൾ, മർഅത്ത്, ഉൻസ പോലെയുള്ള, നിസാ ഒക്കെ പോലെയുള്ള പദപ്രയോഗങ്ങൾ വരെ നാം എടുത്തു നോക്കിയാൽ കാണാം അത് പുരുഷ പ്രയോഗത്തെക്കാൾ ഒരുപാട് കൂടുതലാണ്. 55 വാക്കുകളാണ് റജുൽ, റിജാൽ എന്നൊക്കെ പോലെയുള്ള, ദക്കർ എന്നൊക്കെ പോലെയുള്ള പ്രയോഗങ്ങൾ പുരുഷനെ സ്പർശിക്കുന്നതായി കാണുന്നതെങ്കിൽ 85 പ്രയോഗങ്ങൾ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയും സ്ത്രീ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും സ്ത്രീയുടെ വളർച്ചയ്ക്കും വികാസത്തിനും സാഹചര്യം തന്നെ എതിരായിരുന്നപ്പോൾ ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സ്ത്രീ ആരെന്ന് ജനസമൂഹത്തെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഇന്ന് അത് അനുഗ്രഹത്തിന്റെയും ബർക്കത്തിന്റെയും ഗ്രന്ഥമായിട്ട് വീടുകളിൽ സൂക്ഷിക്കുന്ന അത്രത്തോളം അധപ്പതിച്ച അവസ്ഥയിലേക്ക് വരെ ഈ 21-ാം നൂറ്റാണ്ടിലും ഒട്ടുമിക്ക കുടുംബങ്ങളും എത്തിപ്പെട്ടിട്ടുണ്ട്. ആ ഖുർആനിനെ അംഗീകരിക്കാൻ സാധിക്കാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീ ആരാണ്? അല്ലാഹു തആലയുടെ സൃഷ്ടികളിൽ സ്ത്രീ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് അവളുടെ പ്രകൃതി, സ്വഭാവം, കഴിവ് എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ പുരുഷനേക്കാൾ വ്യത്യസ്തമായ ചില ധർമ്മങ്ങൾ നിർവഹിക്കാൻ കൂടി അവളുടെ പ്രകൃതിയെ പഠിച്ച നാഥൻ ഏൽപ്പിച്ചതാണ്. അതല്ലാതെ ഈ സ്ത്രീ എന്ന് പറയുന്ന സൃഷ്ടി ഒരു പ്രത്യേക സൃഷ്ടിയല്ല. രണ്ടു കൂട്ടരെയും ഒരേ വർഗപരമായി നിങ്ങൾ ഒറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്തതാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ആരാണ് മനുഷ്യൻ?
അവരെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. പെണ്ണിന്റെ ഉത്തരവാദിത്വം വിശുദ്ധ ഖുർആൻ സ്ത്രീകൾ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾ എന്നാണ് അധ്യായത്തിന്റെ പേര്. പുരുഷന്മാർ എന്ന ഒരു അധ്യായം ഖുർആനിൽ തെരഞ്ഞാൽ കിട്ടൂല, ഇല്ല, ഉണ്ടാവുകയുമില്ല, ഇനി വഴിയില്ലല്ലോ. അതുകൊണ്ട് ആ അധ്യായത്തിന്റെ തുടക്കം ആണിന്റെയും പെണ്ണിന്റെയും ഉത്തരവാദിത്വം വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക, അതാ നിങ്ങളുടെ ബാധ്യത. ആ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. നിങ്ങളെ അവൻ മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ, അതിന്റെ ഇണയെ, ആണിന്റെയും പെണ്ണിന്റെയും ഇണകളെയും അതിൽ നിന്നു തന്നെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ഒരുപാട് പുരുഷന്മാരെ അതേപോലെ ധാരാളക്കണക്കിന് സ്ത്രീകളെ അല്ലാഹു തആല ആ ഇണകളിൽ നിന്ന് രണ്ടുപേരിൽ നിന്നുമായി ലോകത്ത് വ്യാപിപ്പിച്ചു. വത്തഖുള്ള, ആണിന്റെയും പെണ്ണിന്റെയും ഉത്തരവാദിത്വം ആദ്യം പറഞ്ഞത് കൂടാതെ വീണ്ടും എടുത്തു പറയുന്നു. നിങ്ങൾ അല്ലാഹ് രക്തബന്ധങ്ങളുമൊക്കെ ഉണ്ടല്ലോ, ആ രക്തബന്ധങ്ങളെയും അള്ളാന്റെ വിഷയത്തിൽ സംശയാലുക്കളായി അവൻ ഏകനാണോ എന്ന് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു തആല നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, വർഗം ഒന്നാണ്, ഉത്തരവാദിത്വം ഒന്നാണ്. അതേ ഖുർആനിന് പ്രതിഫലങ്ങളെ പറയുന്നിടത്ത് ധാരാളക്കണക്കിനായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൻ നിസാ 42 എന്റെ പ്രിയപ്പെട്ടവർ ഖുർആൻ എടുത്തു നോക്കൂ. മിൻ ദക്കരിൻ, ആണിൽ നിന്ന്, വഉൻസ, പെണ്ണിൽ നിന്ന്, ആര് ചെയ്താലും ഫലനൂഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവനെ നാം ഏറ്റവും വിശിഷ്ടമായ ജീവിതം ഈ ലോകത്ത് തന്നെ ജീവിപ്പിക്കും. ഒരുപോലെ തരാൻ സ്ത്രീക്കും പുരുഷനും അല്ലാഹു തആല വാഗ്ദാനം ചെയ്തു. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഖുർആനിൽ എന്താ പുരുഷന്മാരെ കുറിച്ചാണല്ലോ കൂടുതലുള്ളത്, ഞങ്ങൾ സ്ത്രീകളെ കുറിച്ച് എന്താ അതിൽ വല്ലാതെ ഒന്നും പറയാത്തത്? മഹദിയായ അൻസ്വാരി വനിത ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഈ പെണ്ണുങ്ങളെ കുറിച്ച് കൂടുതലൊന്നും ഇല്ലാതെയും എന്നാൽ പുരുഷന്മാർക്ക് ധാരാളം അവസരങ്ങൾ നൽകിയുമൊക്കെയാണല്ലോ വിശുദ്ധ ഖുർആനുള്ളത്, ഞങ്ങളുടെ അമലുകൾക്കുള്ള പ്രതിഫലം തരില്ലേ, ഞങ്ങളെ കാര്യത്തിൽ അല്ലാഹു ശ്രദ്ധിക്കൂലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനായത്തുകൾ പിന്നീട് ചോദിക്കുന്നുണ്ട്, റബ്ബനാ വആതിനാ മാ വഅതനാ അലാ റുസുലിക്, എന്റെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പ്രവാചകന്മാർ മുഖേന ഞങ്ങൾക്ക് തരാമെന്നേറ്റ ആ പ്രതിഫലത്ത് കൊടുക്കുന്നതിൽ, നമസ്കരിക്കുന്നതിൽ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിൽ ഒക്കെ രണ്ടു കൂട്ടർക്കും ധർമ്മമുണ്ട്. രണ്ടു കൂട്ടരും പരസ്പരം സഹകാരികളാണ്. ഇതല്ലാത്ത ഒരു അവസ്ഥ ലോകത്ത് അല്ലാഹു തആല നൽകിയിട്ടില്ല. എന്നിട്ട് ഇന്നും സ്ത്രീയെ തടഞ്ഞു വെക്കുന്നവർ, സ്ത്രീയെ മാറ്റി നിർത്തുന്നവർ, എവിടെയാണ് പുരുഷന് അധികാരവും മേൽനോട്ടവും നൽകിയതെന്ന് ചോദിച്ചാൽ അത് കുടുംബത്തിന്റെ കാര്യത്തിലാണ്. അതിന് കാരണവും അല്ലാഹു ബോധ്യപ്പെടുത്തി. മറ്റെല്ലാ മേഖലകളിലും സ്ത്രീക്ക് ഇസ്ലാമികമായ മര്യാദകളെ പാലിച്ചുകൊണ്ട് അല്ലാഹു തആല പോകാൻ, വരാൻ, എടുക്കാൻ, കൊടുക്കാൻ, സമ്പാദിക്കാൻ, വിനിയോഗിക്കാൻ, വിമർശിക്കാൻ, പഠിക്കാൻ. കാരണം എന്താ? ബിമാ ഫല്ലല്ലാഹു ബഅ്ലഹും അലാ ബഅ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവർക്കല്ല വേറെ ചില കഴിവുകള്, യോഗ്യതകള്, ശാരീരിക ഘടനയിൽ തന്നെ അല്ലാഹു അവർക്കത് കൊടുത്തിട്ടുണ്ട്. മാത്രമോ, അവരാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ. പെണ്ണ് കുടുംബം പോറ്റിയില്ലെങ്കിൽ ചോദ്യമല്ല, ആണ് കുടുംബം നോക്കിയില്ലെങ്കിൽ ചോദ്യമുണ്ട്, നോക്കാത്തവന് ശിക്ഷയുണ്ട്. ആലോചിച്ച് നോക്കണം. അപ്പൊ രണ്ടു കൂട്ടരെയും കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിടത്ത് പുരുഷൻ ഈ കുടുംബത്തിന്റെ
ഏറ്റവും ഉത്തരവാദപ്പെട്ട പ്രസിഡന്റ് ആകുമ്പോൾ അതിന്റെ താഴെ ഒരു മന്ത്രി പദം അലങ്കരിക്കുന്ന പെണ്ണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ അവളെ പരിചയപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പഠിച്ചു സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ സൂക്തം. എന്താ? 10 കാര്യങ്ങൾ പുരുഷനെ പറഞ്ഞതിന്റെ ഒപ്പത്തിനൊപ്പം സ്ത്രീയെ പ്രതിപാദിച്ചുകൊണ്ടാ ആ ആയത്തിറങ്ങിയിട്ടുള്ളത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാശിഈന വൽ ഖാശിയാത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്. അങ്ങനെ അങ്ങോട്ട് നോക്കി. വസ്വാഇമീന വസ്വാഇമാത്ത്. 10 ഗുണങ്ങൾ. 10 ഗുണങ്ങൾ ആണിനെ പറഞ്ഞതിന്റെ ഒപ്പം പെണ്ണിനെയും പറഞ്ഞു. പിന്നെ എന്തിനാ സംശയിക്കണത്? പിന്നെ എവിടെയാ പെണ്ണ് മാറ്റി നിർത്തപ്പെടേണ്ടവൾ ആയത് എന്ന് ഇപ്പോഴും നമുക്ക് തിരിഞ്ഞിട്ടില്ല. പെണ്ണ് മാറ്റി നിർത്തപ്പെടേണ്ടവൾ എന്ന് പറയുന്നതല്ല, അതല്ല ശരി. പെണ്ണെ അംഗീകരിക്കപ്പെടേണ്ടവളാ. പെണ്ണ് ഉമ്മയാണ്, സഹോദരിയാണ്, മകളാണ്, അതോടൊപ്പം തന്റെ ഇണയാണ്. എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ പങ്കാളിത്തം ജീവിതം കൊണ്ട് സന്തോഷപ്രദമായി നൽകാൻ ഉത്തരവാദപ്പെട്ട പെണ്ണ്. അവൾ 3-4 പദവികളിൽ ആദരിക്കപ്പെടുമ്പോൾ സ്വർഗത്തിന്റെ കാര്യം ചില മഹാന്മാരുടെ ഉദ്ധരണികളിൽ കാണാം. കൊണ്ട് ഉയർന്നു നിന്ന പെണ്ണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ മഹതി ലോകം കണ്ട മുഴുവൻ ആളുകളുടെയും ഉന്നത നിരയിൽ നിൽക്കേണ്ടവൾ. അപ്പൊ പെണ്ണ് മാറ്റി നിർത്തിയിരിക്കുകയല്ല, ആദരിച്ചിരിക്കുക. സൂറത്തു തഹരീം ആയത്ത് നമ്പർ 11 എന്റെ പ്രിയപ്പെട്ടവർ നോക്കൂ. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു. ആമനു ആരാമനു? എല്ലാരും പെട്ടു. സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ ആണും പെണ്ണും പെട്ടു. എന്നിട്ട് പറയുന്നു ഇവർക്കൊക്കെ മാതൃകയാണ് ആര്? ഫറോവയുടെ പത്നി ആസിയ ബീവി. ഇത് ഖാലത്ത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ച മഹദി. അതൊന്നും ഖുർആൻ പഠിച്ചവരാണ് ഏറിയ പങ്കും എന്നതുകൊണ്ട് അതൊന്നും ആശയതലത്തിലേക്ക് പോകേണ്ടതില്ല. അത്രത്തോളം ലോകം കണ്ട മാനവ സമൂഹത്തിന് മുൻനിരയിൽ നേതൃനിരയിൽ നിർത്തപ്പെട്ട ആസിയ ബീവിയെ പോലെയുള്ള, മറിയം ബീവിയെ പോലെയുള്ള പിൽക്കാലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കാണിച്ചവരാ. കാരണം അവരെ എടുത്തു പറഞ്ഞിടത്ത് അഹ്സാബ് 35 കണ്ടോ? ദാക്കിരീനല്ലാഹ വദ്ദാക്കിറാത്ത് ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്. പുതിയ കാലഘട്ടം വെച്ചുകൊണ്ടെന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിനെ ഏൽപ്പിക്കുമ്പോൾ ഒരു ദിക്ർ അള്ളാഹുവിന് നൽകാൻ 5 നേരത്തെ ബാങ്കുകൾ കേട്ടാൽ പോലും അവസരം കണ്ടെത്താത്ത കാലഘട്ടത്തിന്റെ തിരക്ക് ഇന്ന് നമ്മളെ ബാധിച്ചോ? നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത് അതാ. അല്ലാഹു തആലയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് എന്തുണ്ട്, എന്റെ ഇണക്കെന്തുണ്ട്, എന്റെ മക്കൾക്ക് എന്തുണ്ട്? മക്കളും കുടുംബവും കുട്ടികളും ജീവിക്കാൻ കടപ്പെട്ടവരാണ് പെണ്ണുങ്ങൾ, അവരാണ് സ്ത്രീകൾ. അവർക്കാണ് സ്വർഗം നൽകാൻ സാധിക്കുക. റഹ്മാനായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്തിന്റെ അവകാശികളിൽ തന്റെ കുടുംബവും കുട്ടികളും നാളെ ഉൾപ്പെടണമെന്നതിന്റെ ഏറ്റവും കലശലായ ആഗ്രഹവും ശ്രദ്ധയും ഉണ്ടാകേണ്ടത് ഈ കുടുംബത്തിലെ കുടുംബിനി എന്നവൾക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പെണ്ണിന് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുകയും ഇവൾ ലിതസ്കുനു ഇലൈഹ, കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകേണ്ടവൾ ഈ പെണ്ണാണ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. നല്ല ഇണയെ തെരഞ്ഞെടുക്കാൻ പ്രവാചകൻ വിവാഹം കഴിക്കുന്ന പുരുഷനോട് പ്രത്യേകം ദീനുള്ളവളെ തെരയാൻ പറഞ്ഞതും അതുകൊണ്ടാ. പക്ഷേ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത് ദാക്കിരീന അല്ലാഹ വദ്ദാക്കിറാത്ത് എന്ന 2 വേർഡ്സ് ഉണ്ടല്ലോ, ആ 2 എണ്ണം സ്ത്രീ പുരുഷന്മാരെ വെച്ച് ചിന്തിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ ആണിനും പെണ്ണിനും ആ നിലക്ക് അല്ലാഹു തആലക്ക് ദിക്ർ കൊടുക്കാൻ കഴിയുന്നില്ല. ആ നിലക്ക് തങ്ങളുടെ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കാൻ കഴിയുന്നില്ല. എല്ലാ
എല്ലാ സമയങ്ങളിലും മൊബൈൽ ഫോണിലേക്ക് തലയും താഴ്ത്തിയിട്ട് കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും തുണിയലക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും വരെ ഇന്ന് പെണ്ണ് അങ്ങനെയാണ്. അത് പറഞ്ഞാൽ ഇവിടെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യണം. പക്ഷേ ഏറിയ പങ്കും ഇന്ന് പരാതികൾ വരെ വരുന്നു പെണ്ണ് മൊബൈൽ ഫോണിൽ തന്നെ. അങ്ങനെ കുടുംബ ബന്ധം വഷളാക്കിയവർ, ഭാര്യാഭർത്തൃ ജീവിതത്തിന് കോട്ടം തട്ടിച്ചവർ, മക്കൾക്ക് മോഡലാകാൻ കഴിയാത്തവർ ഏറ്റവും കൂടുതൽ ഇന്ന് രക്ഷകർത്താക്കളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നാം പഠിച്ച ഖുർആൻ എവിടെയാണ് നമ്മളിലേക്ക് മാറ്റമുണ്ടാക്കിയത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബെ കിറാമയും ഒരായത്ത് പഠിച്ചാൽ അതവർ ഹൃദയത്തിലല്ല, അത് ജീവിതത്തിലാ കാണിച്ചത്. ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് തുറക്കാത്ത ഒരു ഉപയോഗിക്കാത്ത പ്രയോഗമില്ലാത്ത ഒരു പാഴ്വസ്തുവായിട്ട് ഹൃദയങ്ങളിൽ സൂക്ഷിച്ചവരല്ല. അവരുടെ ഖുർആൻ അവർ ജീവിക്കുന്ന ഖുർആനുകളായിരുന്നു. അതാണ് അവരെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, 7 പതിറ്റാണ്ടോളം കാലം തുർക്കി ഭരണകൂടം ഭരിച്ച ഭരണാധികാരിയുണ്ടല്ലോ, ആ ഭരണാധിപൻ ഇസ്ലാമിന്റെ ഒരടയാളം പോലും കാണപ്പെടാൻ പാടില്ലാത്ത വിധം തുർക്കി നാടിനെ അങ്ങേയറ്റം അധമത്വത്തിലേക്കും അരാജകത്വത്തിലേക്കും നയിച്ചപ്പോൾ, അവിടെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ മാറ്റിവെക്കപ്പെട്ടപ്പോൾ, പള്ളികളും മതപാഠശാലകളും മ്യൂസിയങ്ങളും അതുപോലെയുള്ള തൊഴിൽ കേന്ദ്രങ്ങളും ഒക്കെ ആക്കി മാറ്റിയ ഒരു സാഹചര്യത്തിൽ പിൽക്കാലത്ത് ആ 7 പതിറ്റാണ്ടിനു ശേഷം ഇസ്ലാമിന്റെ കൈകളിലേക്ക് അവിടുത്തെ ഭരണം മാറി വന്നപ്പോൾ അതേക്കുറിച്ച് ചരിത്രവായനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ സഹോദരിമാർ അവർ സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായിട്ട് എന്നാണോ ഭരണം മാറിയത് അതിന്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അവിടുത്തെ പള്ളികൾ സജീവമായത്രേ. അവിടുത്തെ മതപാഠശാലകൾ മതപഠനത്തിന് ഒരുക്കപ്പെട്ടു അത്രേ. അവിടേക്ക് കടന്നു വന്ന മിനിസ്കേർട്ട് ധരിച്ചുകൊണ്ടും ഇസ്ലാമിന്റെ അടയാളങ്ങൾ ഇല്ലാതെയും പർദ്ദ ധരിക്കാതെയും മാത്രമേ സ്ത്രീകൾ പൊതുനിരത്തിൽ ഇറങ്ങാവൂ എന്ന പഴയ ഭരണാധികാരത്തിന്റെ ഹുങ്കിന്റെ പേരിൽ വന്ന കൽപ്പനകളെ ഒരു മണിക്കൂർ കൊണ്ട്, ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ അവിടുത്തെ കുടുംബങ്ങൾക്കും ആളുകൾക്കും സാധിച്ചു അത്രേ. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു പോലും, അവിടെ ഭരണാധികാരി മുസ്തഫ കമാൽ അതാതുർക്ക് നടത്തിയ ഭരണപരിഷ്കാരമുണ്ടല്ലോ, അത് തങ്ങളുടെ മനസ്സുകളിലേക്ക് കയറ്റിവെക്കാൻ അവിടുത്തെ ഉമ്മമാർ തയ്യാറായിട്ടില്ല. ഉമ്മമാരുടെ ഹൃദയങ്ങളിൽ ഖുർആൻ സജീവമായിരുന്നു. ഉമ്മമാരുടെ മനസ്സുകളിൽ ഇസ്ലാമിന്റെ ആശയം ശക്തമായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തആലയോടുള്ള ബന്ധം അതീവ ശക്തമായി തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അകത്തളങ്ങളിൽ, വീടുകളുടെ അകത്തളങ്ങളിൽ നിന്ന് അവർ തങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു. അവർ ഇസ്ലാമിന്റെ വേഷവിധാനം പഠിപ്പിച്ചു. ഇസ്ലാമിന്റെ വഴിത്താരകളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരവസ്ഥ ഉമ്മമാർ ഉണ്ടാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ആ ഉമ്മമാരാകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാത്ത കാലത്തോളം ഏത് തരത്തിലുള്ള വൈജ്ഞാനികമോ സാംസ്കാരികമോ ആയ വളർച്ച ഉണ്ടായാലും ഹൃദയം കൊണ്ട് റബ്ബിനെ സ്നേഹിക്കാൻ കഴിയാത്ത കാലത്തോളം മാറ്റങ്ങൾ കൊതിച്ചിട്ട് കാര്യമില്ല. ഹൃദയം കൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. എന്തേ ഖുർആൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത്? നമ്മുടെ ദേഹേച്ഛയാണ് തടസ്സം. ദേഹേച്ഛയാണ് അതിന് കാരണം. നിങ്ങൾ അല്ലാഹു തആലയുടെ വേദത്തിൽ വായിച്ചിട്ടില്ലേ? ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. റബ്ബിന്റെ കോടതിയിൽ, അവന്റെ സന്നിധാനത്തിൽ ഞാൻ പോയി നിൽക്കേണ്ടി വരുമെന്ന് അനിൽ ഹഖി. സത്യം ഉൾക്കൊള്ളുന്നതിന് എന്നും തടസ്സം ദേഹേച്ഛകളാ. നമസ്കാരം സമയത്തിന് നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത്, ജീവിതത്തിന്റെ ഓരോ പ്രഭാതങ്ങളിലും ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ പോയത്, ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ പോയത് മറ്റൊന്നുകൊണ്ടുമല്ല, തന്റെ ആഗ്രഹ സഫലീകരണത്തിന്റെ മുമ്പിൽ ഈ നിയമങ്ങളും ഈ വേദങ്ങളും ഒക്കെ തടസ്സമായി. പ്രവാചകൻ ഒരു ശല്യമായി, ഖുർആൻ ഒരു ശാപമായി, ബാങ്കുവിളികൾ ബോറടിയായി. അങ്ങനെ എല്ലാം മാറ്റി നിർത്തി സ്വന്തം ഇച്ഛയുടെ പിന്നാലെ പോയി. മറ്റൊന്ന്,
ങ്ങളുടെ പിന്നാലെ പോകാൻ ഇന്നത്തെ മാനവ സമൂഹം തയ്യാറാവുകയും അതിന് കൊള്ളയിലൂടെയായാലും മോഷണത്തിലൂടെയായാലും അനീതി കാണിച്ചായാലും അധർമ്മത്തിലൂടെയായാലും സമ്പാദിച്ചു കൂട്ടുകയും സാമ്പത്തിക സുസ്ഥിതിക്ക് വേണ്ടി ആർത്തി കാണിച്ചോടുകയും ചെയ്യുന്ന അമീർ പറയുകയുണ്ടായ ഒരു നായയുടെ അവസ്ഥ. ആ ജാതി ആർത്തി സമ്പത്തിന്റെ മേഖലയിൽ കാണിച്ചുകൊണ്ട് അനാചാരങ്ങളുടെ പൂർവീകാചാരങ്ങളുടെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥ ഖുർആനിന്റെ ആചാരം ഉൾക്കൊള്ളാൻ കഴിയില്ല. മറ്റൊന്ന്, മനുഷ്യനിർമ്മിത നിയമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ ഉൾക്കൊള്ളുന്നത്. പ്രപഞ്ചത്തിന്റെ നാഥൻ ജീവിതത്തിന് സത്യസന്ധവും ഏറ്റുമുട്ടലുകൾ വരാത്തതുമായിട്ടുള്ള ഏറ്റവും നല്ല നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശുദ്ധ ഖുർആനിൽ നൽകിയിരിക്കെ അതിനെ മാറ്റിവെച്ചിട്ട് അതെ എന്റെ ഈ ജനസമൂഹം ഖുർആനിനെ അവഗണിച്ചു എന്ന് പ്രവാചകൻ തിരുമേനി അല്ലാഹു തആലയോട് കണക്ക് പറയുന്ന സങ്കടം ബോധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെയും ഉദ്ഘാടനത്തിൽ നമ്മൾ കേട്ടല്ലോ. ഈ ജനം ഖുർആനിനെ പുറകിലേക്ക് വലിച്ചെറിഞ്ഞു. അതെ, മനുഷ്യനിർമ്മിത നിയമങ്ങളുടെ പിന്നാലെ പോയിട്ട് ദൈവിക നിയമങ്ങൾക്ക് പ്രസക്തിയില്ലാതെയാക്കി. അതൊക്കെയും എവിടെ നിന്നും തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭം. കുടുംബത്തിന് കാതലായ ഒരു സഹോദരി അതിന്റെ നായകത്വം വഹിക്കാനുണ്ടെങ്കിൽ ഏതവസ്ഥയെയും മാറ്റിപ്പണിയാൻ അല്ലാഹു തആലാക്ക് തൃപ്തിപ്പെട്ട കുടുംബമാക്കി മാറ്റാൻ തീർച്ചയായും സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം പെണ്ണ് നന്നായാൽ ഒരു കുടുംബം നന്നായി. പുരുഷൻ നന്നായാലോ പുരുഷന് മാത്രമേ കഴിയുള്ളൂ, അദ്ദേഹത്തിന് കുഴപ്പമില്ല, അത് അവരുടെ കുറ്റമല്ല. കാരണം അവർ കേൾപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഭൗതികമായ രംഗത്ത് തങ്ങളുടെ കുടുംബത്തെ ഹലാലായത് ഉടുപ്പിക്കാനും ഹലാലായ പാതയിലേക്ക് കൊണ്ടുവരാൻ പെണ്ണിനാണ് സാധിക്കുക. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്, നിന്നെ പരാമർശിക്കപ്പെടാത്ത ഒന്നും ഖുർആനിൽ വന്നുപോയിട്ടില്ല. എവിടെയൊക്കെ തുടക്കം മുതൽ ആദം അലൈഹിസ്സലാമിനോട് സ്വർഗത്തിൽ താമസിക്കാൻ പറഞ്ഞപ്പോൾ പോലും അല്ലാഹ് പെണ്ണിനെ അംഗീകരിച്ചു. യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. തിന്നാൻ പറഞ്ഞിടത്ത് മാറ്റി നിർത്തിയില്ല. വക്കുലാ മിൻഹാ ഹൈസു ശിഅ്തും റഗദ. എല്ലായിടത്തും തെറ്റ് സംഭവിച്ചു, പഴം കഴിച്ചു, അല്ലാഹ് വിലക്കിയ വഴിയിലേക്ക് പോയി എന്ന് ബോധ്യപ്പെട്ടപ്പോഴും രണ്ടുപേരെയും ഖുർആൻ എടുത്തു കാണിക്കുന്നു. വഖാലാ, അവർ ഇരുവരും തേടി റബ്ബനാ ളലംനാ അൻഫുസനാ. എവിടെയാണ് പെണ്ണിനെ അല്ലാഹു തആല അംഗീകരിക്കാത്തത്? അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ദൈവത്തിന്റെ വഴികളെയും ദൈവിക നിയമങ്ങളെയും പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ആശയങ്ങളുടെ തനതായ പാതയിലൂടെ സഞ്ചരിക്കാൻ വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് ഈ തലമുറയില്ല, അവർ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. കാരണം അവരുടെ ദിക്റിൽ അവരുടെ ദുആയിലൊക്കെ സിനിമാ താരങ്ങളും ചാനലുകളും അത് അവരുടെ ഫളായിലുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളുടെ നടീനടന്മാരുടെ കളിക്കാരുടെ അറിയപ്പെടുന്ന ആളുകളുടെ ഫളീലത്തുകളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന കളിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ സദസ്സിൽ നിന്ന് എത്രയെത്ര ആളുകളുടെ പേരും അവരെക്കുറിച്ചുള്ള മഹത്വങ്ങളും പറയാൻ ആളുണ്ടാവും. നടീനടന്മാരെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഫളായിലുകൾ പറയാൻ നമ്മുടെ സദസ്സിൽ എത്ര ആളുണ്ടാവും. ഒരു സഹാബി വര്യനെ കുറിച്ച് പറഞ്ഞാൽ, കാരണം ഇക്ബാലിന്റെ വരികളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യർ സ്വയം മാറുകയല്ല, അവർ ഖുർആനിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഖുർആനിന്റെ വേദത്തിന്റെ ചില ഭാഗങ്ങളെ മാത്രം അംഗീകരിക്കുകയും വേറെ ചിലത് തള്ളിക്കളയുകയുമാണോ? യും തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് പ്രതിഫലമില്ല. അങ്ങനെ ചെയ്തവർക്ക് ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ, ഈ ഭൂമിയിൽ വെച്ച് അവർ നിന്ദ്യരാവും. ഇവിടെ തന്നെ പരിഹാസത്തിന്റെ പാത്രങ്ങളായിട്ട് അവർ മാറും. ഇവിടെ തന്നെ അവർ അഭിമാനക്ഷതമേറ്റവരായി മാറും. ഇവിടെ തന്നെ അവർക്ക് മാനഹാനികൾ ഉണ്ടാകും. ഇവിടെ തന്നെ അവരെ അല്ലാഹു തആല നിന്ദിക്കും. പിന്നെയോ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, അന്ത്യനാളിൽ ചെല്ലുമ്പോഴോ വേദനയേറിയ ശിക്ഷ. റബ്ബിന്റെ വഴിയിലേക്ക് വരാത്തവന്റെ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ,
എന്റെ പാതയിൽ നിന്ന്, എന്റെ ദിക്റിൽ നിന്ന് അവഗണന കാണിച്ചവരാരോ അവർക്ക് കുടുസായ ജീവിതമാണ് ഉണ്ടാവുക. കുടുസായ ജീവിതമാണ്. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിന്റെ വളർച്ചകളും വികാസങ്ങളും നമ്മൾ അറിയണ്ടെന്നോ ആ വഴിയിലേക്ക് പോകേണ്ടെന്നോ അല്ല. എല്ലാം നമുക്ക് വേണം, എല്ലാം വേണം. പക്ഷേ ഒന്നും അള്ളാഹുവിന്റെ കലാമിനെയോ പ്രവാചകൻ തിരുമേനിയുടെ ചര്യയെയോ മാറ്റിവെച്ചുകൊണ്ടാകരുത്. മനുഷ്യൻ അപജയത്തിലേക്കും പരാജയത്തിലേക്കും കൂപ്പുകുത്താതിരിക്കാൻ വേണ്ടിയാണ് അന്ത്യപ്രവാചകൻ അവസാനമായ തന്റെ ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് സംഗതി നിങ്ങളുടെ മുമ്പിൽ ബാക്കി വെക്കുക. ലൻ തദില്ലു മാ തമസ്സക്തും, അത് രണ്ടും മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കാൻ സന്നദ്ധരായാൽ ഏത് IT കാലഘട്ടം വരട്ടെ നിങ്ങൾ പഴിച്ചൂല. ലൻ തദില്ലു, ഒരിക്കലും ലലാലത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തുകയില്ല. ബിഹിമാ, അത് രണ്ടും ഏതാണെന്നറിയോ? കിതാബുല്ലാഹ്, ഒന്ന് അള്ളാന്റെ കലാമാണ്, മറ്റൊന്ന് സുന്നത്ത റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. ആ ചര്യ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിത പാതയിലുടനീളം വിശുദ്ധ ഖുർആനിനെ അംഗീകരിച്ചുകൊണ്ട് പോകേണ്ടവരാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഖുർആൻ ക്യാമ്പയിൻ അമീർ സൂചിപ്പിച്ചതുപോലെ അവസാനിക്കുകയുമല്ല, ഇത് നമ്മൾക്ക് തുടരാനുള്ളതാ. മക്കളിലൂടെ, പേരമക്കളിലൂടെ, കുടുംബങ്ങളിലൂടെ ഈ ഖുർആൻ ജീവിതം കൊണ്ട് സാക്ഷിയാകട്ടെ. അങ്ങനെ ജീവിതം കൊണ്ട് ഖുർആൻ സ്വീകരിച്ച് സാക്ഷികളാകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ജനസമൂഹത്തിൽ ഈ ലോകത്തും നാളെ പരലോകത്തും റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.